RTO പ്രതിയായ കൈക്കൂലി കേസിൽ ലോക്കറുകൾ മരവിപ്പിച്ച വിജിലൻസ്. ജെർസന്റെ 2 ലോക്കറുകളാണ് മരവിപ്പിച്ചത്. ഇയാൾക്ക് 4 അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കീഴ് ഉദ്യോഗസ്ഥർക്ക് ജെർസൻ ടാർജറ്റ് നൽകിയിരുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചു. ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. കീഴുദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് ഒക്കെ കക്ഷി നൽകിയിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഈ സാധാരണ യാത്ര ചെയ്യുന്ന മനുഷ്യരൊക്കെ, പൊതുജനങ്ങളൊക്കെ ഇതറിയാതെ പലപ്പോഴും ചെന്ന് പെട്ടുപോയിട്ടുണ്ട്. ഏതായാലും ഒടുവിൽ കസ്റ്റഡിയിലായതിൽ ഒരു ചെറിയ ആശ്വാസമുണ്ട്. വിശദാംശങ്ങൾ എന്താണ് രാഗൻ? മോത്തി, തീർച്ചയായും. അതായത് വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഈ RTO ജേഴ്സൺ വലിയൊരു കൈക്കൂലി വീരനാണെന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ 2 ലോക്കറുകൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട് വിജിലൻസ് സംഘം. കാരണം അതിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടാകുമെന്ന് വിജിലൻസ് കരുതുന്നു. ഇതോടൊപ്പം തന്നെ ഇയാൾക്ക് പ്രാഥമികമായി ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് 4 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ 4 ഇടത്ത് ഇയാൾ ഭൂമി വാങ്ങിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ പേരിലടക്കം കോടികൾ നിക്ഷേപിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ പണത്തിന്റെ സോഴ്സ് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. ഇതോടൊപ്പം തന്നെ മോട്ട് സൂചിപ്പിച്ചതുപോലെ ടാർഗറ്റ് നൽകുക, അതായത് ഇയാൾ നേരിട്ട് കൈക്കൂലി വാങ്ങുന്നത് വളരെ കൂടുതലാണ്. അത് ഓരോ ഇടപാടിനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും കൈക്കൂലി വാങ്ങാറുണ്ട്. മാത്രമല്ല, കൈക്കൂലി നൽകിയില്ലെങ്കിൽ ഈ വരുന്നവരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാറുമുണ്ട് എന്നതടക്കമുള്ള പരാതികൾ കൂടുതലായി ലഭിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് കീഴുദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് നൽകുന്നു. അവരെ കൂടിക്കൊണ്ട് ഈ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുകയും അതിന്റെ ഒരു വിഹിതം തനിക്ക് പടിയായി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് വിജിലൻസിലേക്ക് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു. എന്തായാലും കൂടുതൽ പേർ ഇയാൾ അറസ്റ്റിലായതോടുകൂടി പരാതിയുമായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വാഹന ഉടമകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾ ഇതിനു മുൻപും തങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് വിജിലൻസിനോട് പറയുന്നത്. എന്തായാലും ഇയാൾക്കായി ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി വാങ്ങി വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഇയാൾക്ക് വലിയ തോതിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെ വിജിലൻസ് ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിജിലൻസ് സംഘം കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ശേഖരിക്കും. ശരി രാഗൻ.